warahmatullahi wabarakatuh. वालेकुम सलाम वरहमतुल्लाहि वबरकातुह। كيف حالكم؟ طيبين؟ الحمد لله الذي أنزل آيات بينات كتابا مبينا تبيانا وتفصيلا لكل شيء وهدى وبشرى للمسلمين. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. أهلا وسهلا ومرحبا بكم إلى جلسة من جلسات تدبر القرآن. وما زلنا نتدبر مرة أخرى آيات من سورة الأنعام، ووصلنا نهاية الآية 90. صحيح؟ وقفنا عند قوله تعالى أولئك الذين هدى الله فبهداه مقتدح قل لا أسألكم عليه أجرا إن هو إلا ذكرى للعالمين. ഇവിടെ നമ്മൾ നിർത്തിയല്ലേ? അതെ അതെ. അത് കഴിഞ്ഞിട്ട് أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وما قدر الله حق قدره إذ قالوا ما أنزل الله على بشر شيء قل من أنزل الكتاب الذي جاء به موسى نورا وهدى للناس تجعلونه قراطيس تبدونها وتخفون كثيرا وعلمتم ما لم تعلموا أنتم ولا آباؤكم قل الله ثم ذرهم في خوضهم يلعبون. إذا وما قدر الله حق قدره نرجع ذرهم. വേണ്ടതുപോലെ കണക്കാക്കിയിട്ടില്ല. അത് ആർക്കും പറ്റാത്തൊരു സംഭവമാണ്. പക്ഷേ അവിശ്വാസികളെ സംബന്ധിച്ചോളം അവർക്ക് ഒട്ടും പറ്റുന്നില്ല. ഇപ്പൊ ഇവിടെ പറയുന്നത് അഹ്ലു കിതാബുകാരെ കുറിച്ചാണെങ്കിൽ അഹ്ലു കിതാബുകാരെ സംബന്ധിച്ചോളം അവരെന്ത് ചെയ്തു? അവര് ഈസാ മസീഹ് അലൈഹിസ്സലാമിനെ ദൈവപുത്രനാക്കി, അല്ല ദൈവം തന്നെയാണെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ജൂതന്മാരെ സംബന്ധിച്ചോളാണ് വക്കാലത്തുൽ യഹൂദു ഉസൈറു നബിയുള്ള ഉസൈർ അള്ളാന്റെ മകനാണെന്ന് പറഞ്ഞു. അങ്ങനെ ഒരുപാട് ദൈവവുമായി ദിവ്യത്വവുമായി ഒരിക്കലും യോജിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ അവർ പറയുന്നത്. അതേസമയം അതേപോലെ മുശ്രിക്കുകളാണെങ്കിൽ അവരെന്ത് ചെയ്തു? മലക്കുകൾ അള്ളാന്റെ മക്കളാണ്, ഈ ദേവതകളൊക്കെ ഞങ്ങൾക്ക് മധ്യവർത്തികളായി വർത്തിക്കും എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അവർക്ക് അള്ളാ എന്നതിനെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്താണെന്ന്. നമ്മൾ നമ്മുടെ സമൂഹത്തിലേക്ക് വന്നാലും ഇതേ വിഷയം കാണാൻ പറ്റും. അവിടെയാണ് യഥാർത്ഥത്തിൽ അള്ളാ എന്നതിന്റെ മഹത്വം നമുക്ക് കാണാൻ പറ്റുന്നത്. അത് ചിന്തിച്ച് ഒരുപാട് ചിന്തിക്കാനുണ്ട് നമുക്ക്. മൂസ ഈ കിതാബോട് ചോദിക്കണം. നൂറൻ വഹുദൻ ലിന്നാസ്. നമുക്ക് പ്രത്യേകിച്ച് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതാണ്. പിന്നെ ഇതിൽ പുതിയതായിട്ട് എന്തെങ്കിലും അർത്ഥമോ വ്യാകരണമോ അറിയാനുണ്ടെങ്കിലേ ചിന്തിക്കേണ്ടുള്ളൂ. മൻ അൻസൽ കിതാബ് അല്ലദീ ജാഅ ബിഹി മൂസ. എന്താർത്ഥം ജാഅ ബിഹി മൂസ എന്ന് പറഞ്ഞാല്?
അല്ലദീ ജാഅ ബിഹി മൂസ, മൂസ അലൈഹി സ്വലാം കൊണ്ടുവന്നത് എന്താണോ അത്. മൂസ കൊണ്ടുവന്നു. കേട്ടോ, നൂറൻ വഹുദൻ ലിന്നാസി, അതെന്തായിരുന്നു? നൂറായിരുന്നു, ഹുദയായിരുന്നു. എന്ന് പറഞ്ഞാൽ ഇറ്റ്സെൽഫ് എ ലൈറ്റ്, അത് തന്നെയും എന്താണ്? ഒരു പ്രകാശമാണ്. വഹുദൻ, അത് വഴികാട്ടിയുമാണ്, മറ്റുള്ളവർക്ക് വഴി കാണിക്കുകയും ചെയ്യുന്നുണ്ട്. തജാലുനഹു ഖറാത്തീസ, ഖറാത്തീസിന്റെ ഏകവചനം എന്താണ്? പേപ്പർ. ഈ കിർത്താസ് തന്നെയാണ്. അപ്പൊ ആ ജൂറാസിക് പീരീഡ് 6-ാം നൂറ്റാണ്ടിൽ ഉപയോഗിച്ചിരുന്ന അതേ കിർത്താസ് തന്നെയാണ് ഇപ്പോഴും കിർത്താസ് ഉപയോഗിക്കുന്നത്. പിന്നെ ഇങ്ങോട്ട് ഇന്ത്യയിലേക്ക് വന്നിട്ട് എന്തായി? കിർത്താസ് എന്നുള്ള കാഗസായി. ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. തുബ്ദൂനഹ വതുഖ്ഫൂന കസീറ, നിങ്ങൾ ഡിസ്ക്ലോസ് ചെയ്യുന്നു, ഒരുപാട് മറച്ചു വയ്ക്കുന്നു. വഉല്ലിംതും മാ ലം തഅലമൂ അൻതും വല ആബാഉകും, വഉല്ലിംതും മാ ലം തഅലമൂ, എന്താ അർത്ഥം? അൻതും വല ആബാഉകും. ഉല്ലിംതു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നിങ്ങൾ പഠിപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇൻഫർമേഷൻ ലഭിച്ചു എന്നർത്ഥം. മാലം താലമു അന്തും വല ആബാഉക്കും, എന്താ അർത്ഥം? നിങ്ങൾക്കും നിങ്ങളുടെ വാപ്പമാർക്കും. ഒരാളത് പറഞ്ഞ ചിലപ്പോൾ പേര് പറയുന്ന പോലെ പറയേണ്ടി വരും. എന്ന് പറഞ്ഞാൽ അത് ഗുരുതരമായ വാക്കാണ്. നിങ്ങൾക്കും അറിയില്ല, നിങ്ങളുടെ വാപ്പമാർക്കും അറിയില്ല. ഒന്നും അറിയാത്ത നിങ്ങൾക്ക് എന്ത് ചെയ്തു? ഇൻഫർമേഷൻ ആയിട്ട് കിട്ടി. എല്ലാം തന്നതും ആരാണ്? അള്ളയാണ്. സുമ്മതർഹും, അല്ലെങ്കിൽ നിങ്ങൾ ആർക്കാണ് മഹത്വം കൽപ്പിക്കേണ്ടത്? അത് അള്ളാഹ്ക്കാണ്. അള്ളാഹ്. സുമ്മതർഹും ഫീ ഖൗദിഹിം യലഅബൂൻ. അതെന്തില്ല, നമ്മൾ ആരെയും നിർബന്ധിക്കേണ്ടതില്ല. അവരുടെ ഹൗദ് എന്താണ്? ഹൗദ് അനാവശ്യമായ മുഴുകുന്ന ആ മുഴുകൽ, ആ ഏർപ്പാട്, ഹൗദ്. അനാവശ്യ കാര്യങ്ങളിൽ ഉള്ള വ്യാപൃതമാകൽ, അവരെന്താണോ അത് ആ പണിയാണ്. പഴയ വാക്കാണെന്ന് തോന്നുന്നു, ഇപ്പോഴൊന്നും ഉള്ളതല്ല. യലഅബൂൻ, അവിടെ കിടന്ന് കളിക്കട്ടെ. ദർഹും യലഅബൂൻ, അവര് കളിക്കാൻ വിട്ടേക്കാണ്. ഈ ഹൗദിഹിം, അനാവശ്യ കാര്യങ്ങൾ. هذا الكتاب أنزلناه مبارك مصدق الذي بين يديه ولتنذر أم القرى ومن حولها والذين يؤمنون بالآخرة يؤمنون به وهم على صلاتهم يحافظون. ഈ ഗ്രന്ഥം അൻസൽനാഹു മുബാറകുൻ മുസദ്ദിഖുല്ലദീ ബൈന യദൈഹി. യഥാർത്ഥം മുസദ്ദിഖുല്ലദീ ബൈന യദൈഹി, അതിന്റെ സത്യപ്പെടുത്തിക്കൊണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാ വേദഗ്രന്ഥങ്ങളും ശരിയാണെന്ന് സ്ഥാപിച്ചുകൊണ്ട്. എല്ലാ വേദഗ്രന്ഥങ്ങളും ശരിയാണെന്ന് സ്ഥാപിച്ചുകൊണ്ട്. അല്ല, മുന്നുണ്ടായിട്ടുള്ള വേദഗ്രന്ഥങ്ങളും ബൈബിളും മറ്റേ ഇതൊക്കെയാ. അല്ല, ഓൾഡ് ടെസ്റ്റമെന്റും അല്ല ബൈബിളും ഇപ്പൊ കാണുന്ന ബൈബിളാണോ?
അതല്ല അല്ല ഉസ്താദെ, അല്ല പഴയ വ്യതിചലനങ്ങൾ നേരത്തെ ഉണ്ടായിരുന്ന ഒറിജിനൽ ടെസ്റ്റമെന്റുകളിൽ ഉണ്ടായിരുന്നത് എന്താണോ അതിനെ സത്യപ്പെടുത്തിക്കൊണ്ടാണ് ഇത് വരുന്നതെന്നാണ് പറയുന്നത്. അപ്പൊ അന്ന് ആരും പറഞ്ഞില്ല ഞങ്ങളുടെ കയ്യിലുള്ളത് ഇതാണ്, ഇതിലുള്ളതിന് വിരുദ്ധമായിട്ടാണല്ലോ നിങ്ങൾ ഖുർആനിൽ പറയുന്നത്, ആരെങ്കിലും പറഞ്ഞു? ആരും പറഞ്ഞില്ല. ഇതെല്ലാം അന്ന് മുതൽ ഇപ്പൊ ഉദാഹരണമായിട്ട് ഖുർആൻ വാദിക്കുന്നത് എന്നാണോ അന്ന് മുതൽ ഉള്ള ഹിസ്റ്ററി എന്തായിരുന്നാലും എഴുതപ്പെട്ടിട്ടുണ്ട്. പി ബി ഹിറ്റിയുടെ ഇസ്ലാമിക് ഹിസ്റ്ററി ഉണ്ട്. പി ബി ഹിറ്റി എന്ന് പറയുന്ന ആള് ഇസ്ലാമിസ്റ്റ് അല്ല. പി ബി ഹിറ്റിയുടെ ഇസ്ലാമിക് ഹിസ്റ്ററിയാണ്. ഞങ്ങൾക്ക് ഇസ്ലാമിക് ഹിസ്റ്ററി പഠിക്കുമ്പോഴത്തേക്ക് റഫറൻസ് ഗ്രന്ഥമായിട്ടുണ്ട്. കാരണം ആളൊരു ഇസ്ലാമിസ്റ്റ് അല്ലെങ്കിൽ പോലും ഇസ്ലാമിന്റെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അങ്ങനെ ഇസ്ലാം വിമർശകർ പറയുന്ന എല്ലാ കാര്യങ്ങളും ഉദ്ധരിച്ചാൽ പോലും ഞങ്ങളുടെ കയ്യിലുള്ള കിതാബ് ഇതാണ്, ഈ കിതാബിൽ നിങ്ങൾ പറയുന്നതിന് വിരുദ്ധമായ സിദ്ധാന്തങ്ങളാണ് പറയുന്നത് എന്നാരും പറഞ്ഞിട്ടില്ല. അന്ന് മുതൽ ഇന്ന് വരെ ഒരു ചരിത്രകാരന്മാരും അതെന്ത് ചെയ്യുന്നില്ല, രേഖപ്പെടുന്നു. ഒരുപാട് ചരിത്രകാരന്മാർ ഏറ്റവും എഴുതപ്പെട്ടു ചരിത്രകാരന്മാർ വന്നിട്ടുണ്ട്. ഓറിയന്റലിസ്റ്റുകളും അല്ലാത്തവരുമായ. ഓറിയന്റലിസം എന്ന് പറയുന്ന ഒരു സംഭവം തന്നെ ആവിർഭവിച്ചിട്ടുണ്ട്. കേട്ടിട്ടുണ്ടോ ഓറിയന്റലിസം എന്ന് പറയുന്നത്? അതായത് യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ ഉള്ള ആൾക്കാർ എന്ത് ചെയ്തു, ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാൻ തുടങ്ങി. എന്തിനാ പഠിക്കാൻ തുടങ്ങിയത്? വിമർശിക്കാൻ വേണ്ടി. ഇസ്ലാമിനെ വിമർശിക്കാൻ വേണ്ടി പഠിക്കാൻ തുടങ്ങി. അങ്ങനെ അതൊരു പഠന ശാഖയായി തന്നെ മാറി. അങ്ങനെ പഠന ശാഖയായി മാറിയിട്ടാണ് പിന്നീടാണ് എന്ത് ചെയ്യുന്നത്, അവര് ഇതിനെ വിമർശിക്കാൻ തുടങ്ങി. വിമർശിക്കാൻ വേണ്ടിയാണ് പഠിക്കുകയും എന്നിട്ട് ഒരുപാട് ലേഖനങ്ങളും സൈറ്റുകളും ഒരുപാട് സംഗതികളുണ്ട്. അപ്പൊ അവരൊന്നും പോലും എന്ത് ചെയ്തിട്ടില്ല, ഇങ്ങനത്തെ സംഭവങ്ങൾ എവിടെയും ധരിച്ചിട്ടില്ല. ഖുർആന് വിരുദ്ധമായിട്ടാണ് അത് സദ്യക്കൊല്ലതി ബൈനേദൈഹി എന്ന് പറഞ്ഞിട്ട് ഇതാണ് ഇത് നിങ്ങൾ പറയുന്ന പോലെ അല്ല വന്നിരിക്കണമെന്ന് എവിടെയും ആരും പറയുന്നു. നേരത്തെ പറഞ്ഞത് നിങ്ങൾ ഈ കിതാബിലൊന്നും ഇല്ല എന്നവർ പറഞ്ഞു. അല്ലെങ്കിൽ അള്ളാഹ്ക്ക് അവർ വേറെ രീതിയിൽ പ്രത്യേക വിശേഷങ്ങളായി കൽപ്പിച്ചു. അപ്പൊ ഈ പ്രവാചകൻ നേരത്തെ പറഞ്ഞ കുറെ പ്രവാചകന്മാരെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ പ്രവാചകന്മാരെല്ലാം ഉദ്ധരിച്ചിട്ട് പറയാണ് ഇവരെന്താണോ കൊണ്ടുവന്നത് ആ സംഗതിയാണ് ഞാനും പറയുന്നത്. ഞാനൊരു പുതിയ ആളൊന്നുമല്ല. മാകുന്തു ബിദ്അൻ മിനർ റുസുലി, ഞാനൊരു ബിദ്അത്തായ ഒരു സംഭവമൊന്നുമല്ല. റസൂൽ എന്ന അല്ലെങ്കിൽ റുസുൽ ദൂതന്മാർ എന്ന പരമ്പരയിൽ ഞാനൊരു പുതിയ ആളല്ല. നേരത്തെ വന്നവരൊക്കെ എന്താണോ പഠിപ്പിച്ചതാണ് ഞാൻ കൊണ്ടുവരുന്നത്. എന്നിട്ട് ഇവ പറയാണ് നിങ്ങൾ കിതാബ് കിട്ടിയിരുന്നല്ലോ, അതിനെന്ത് ചെയ്യും നിങ്ങൾ പ്രിന്റഡ് അല്ലെങ്കിൽ എഴുതപ്പെട്ട സംഗതികളാക്കി മാറ്റി, ഖറാത്തീസ എഴുതപ്പെട്ട സംഗതികളാക്കി മാറ്റി. കുറെയൊക്കെ നിങ്ങൾ മറച്ചു വെച്ചു, കുറെയൊക്കെ ഡിസ്ക്ലോസ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ ശേഷം അങ്ങനെ തുറന്ന് പറയാണ്. അപ്പൊ ഈ കിതാബ് വരുന്നത് ഇതിനു മുമ്പിൽ ഇൻ ഫ്രണ്ട് ഓഫ് ദാറ്റ്, ഇതിന്റെ മുന്നിലുള്ളത് മുൻഗാമി എന്നത് മാത്രമാണ്, മുൻഗാമിയല്ല. ബൈന യദൈ എന്ന് പറഞ്ഞാൽ ഇൻ ഫ്രണ്ട് ഓഫ് ഇറ്റ്, അതിന്റെ മുന്നിലുള്ളത്. എന്താണ് അവ സമകാലീനമായി ഉള്ളത്, ഇറക്കപ്പെട്ടതായ ഗ്രന്ഥത്തിലുള്ള ഒറിജിനൽ സംഭവം, അതിനെ സത്യപ്പെടുത്തുക. അപ്പൊ അത് മുബാറക്കാണ്, അത് മുസദ്ദിഖാണ്. ഉമ്മ ഖുറാ അവൻ ഹൗലഹ. ഖുറ എന്താണ്? ഖുറയുടെ ഏകവചനം അറിയത്തില്ല. അൽ ഖുറായുടെ അല്ലില്ലെങ്കിൽ എന്ത് ചെയ്യും? അൽ ഖുറായ്ക്ക് അൽ ഇല്ലെങ്കിൽ എങ്ങനെ വായിക്കും? ഖുറാൻ എന്ന് വായിക്കണം കേട്ടാ. ഖുറാൻ തന്നെ ഉണ്ട്. ഖുറാൻ അവകളൊക്കെ ഉണ്ടാകും പറയും. ഖുറാൻ ഉണ്ട്. ഇവിടെ അൽ വന്നാൽ അൽ ഖുറാ തൻവീൻ ഉണ്ടാവില്ലല്ലോ. അൽ ഖുറാ എന്നുള്ളത്. അപ്പൊ ഉമ്മുൽ ഖുറാൻ എന്ന് പറയുന്നത് എന്താണ്? ഏതിനെ കുറിച്ചാണ് പറയുന്നത്? മക്കയെ കുറിച്ച്. പിന്നെ എന്ത് ചെയ്തു? ഒമൻ ഹൗലഹ എന്ന് പറഞ്ഞു. ഒമൻ ഹൗലഹ എന്ന് പറഞ്ഞാൽ അതിന് ചുറ്റും മാത്രമല്ല,
ഉമ്മൾ ഖുറയെ കേന്ദ്രീകരിച്ചാണ് ദൂതൻ വരുന്നത്. പിന്നീട് എല്ലാ നാടുകൾക്കും അത് ബാധകമായി. കറിയത്ത് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? രാജ്യം അല്ല, രാജ്യം. ഒരു സ്ഥലം, കറിയത്ത് എന്ന് പറഞ്ഞാൽ രാജ്യാവോ? ഒരു പ്രദേശം. കറിയത്ത് എന്ന് പറഞ്ഞാൽ പട്ടണം അല്ലെങ്കിൽ ഗ്രാമം. കറിയത്ത് എന്ന് പറഞ്ഞാൽ ഗ്രാമം എന്ന് പറയാം, പട്ടണം എന്ന് പറയാം. എന്നാൽ കറിയത്ത് എന്തല്ല? മദീനയല്ല. കറിയത്ത് എന്ന് പറഞ്ഞാൽ മദീനയല്ല. മദീന എന്ന് പറഞ്ഞാൽ ലാർജർ ദാൻ കറിയ. കറിയേക്കാളും വലുതാണ് മദീന. അപ്പൊ കറിയ എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്തെ സംബന്ധിച്ചോളം ജനങ്ങൾ കൂടുതൽ താമസിക്കുന്ന ഒരു സ്ഥലം. ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലത്തിനാണ് കറിയ എന്ന് പറയുന്നത്. അത് കുറച്ചുകൂടെ വികസിതവും അത് വ്യവസ്ഥാപിതമാണെങ്കിലാണ് അതിന് മദീന എന്ന് പറയുന്നത്. അപ്പം കറിയയും മദീനയും എല്ലാം അടങ്ങിയതാണ് ബലദ്. കറിയയും മദീനയും എല്ലാം അടങ്ങുന്നതാണ് എന്ത്? ബലദ്, നാട്. നാടെന്ന് പറയുമ്പോൾ കുറെ കൂടെ എന്താണ്? വലുതാണ്, വിശാലമായ ഏരിയ ഉൾപ്പെടുന്നത്. വല്ലദീന യുഅ്മിനൂന ബിൽ ആഖിറതി യുഅ്മിനൂന ബിഹി വഹും അലാ സ്വലാത്തിഹിം യുഹാഫിളൂൻ. അവർ അവരുടെ നമസ്കാരങ്ങളിൽ നിഷ്ഠ പുലർത്തുന്നവരാണ്. സ്വലാത്ത് എന്ന് എഴുതുമ്പോ എങ്ങനെ എഴുതല്? സ്വാദു ലാന്ന് കഴിഞ്ഞിട്ട് അലിപ്പാണ്. സ്വലാത്തുൻ എന്ന് എഴുതുമ്പോൾ വാവിട്ടാണ് എഴുതേണ്ടത്. അങ്ങനെ വാവ്. സ്വലാത്ത് എന്ന് എഴുതുമ്പോ സ്വലൂത്ത് എന്നാണ് എഴുതേണ്ടത്. വാവിടുന്നത് സ്വലാത്തിനാണ്. സ്വലാത്ത് എന്ന് എഴുതുമ്പോ അഖിമി സ്വലാത്ത് നോക്ക്. അഖിമി സ്വലാത്ത് എങ്ങനെയായിരിക്കും എഴുതുക? സ്വലൂത്ത് എന്നാണ് എഴുതുക. ഹാഫിളു അല സ്വലാത്തി വസ്സലാത്തിൽ ഉസ്താ നോക്ക് അൽ ബഖറയിലെ. അവിടെ എന്താ ഉള്ളത്? വസ്സലാത്തിൽ ഉസ്താ എന്ന് പറയുമ്പോൾ അവിടെ സ്വലാത്തിന് വാവിട്ടാണുള്ളത്. അങ്ങനെ വരുന്നിടത്തെല്ലാം ആ വാവ് ഉള്ള പദം സർവനാമത്തിലേക്ക് ഇളാഫത്ത് ചെയ്യുമ്പോൾ, സർവനാമത്തിലേക്ക് ചേർത്ത് പറയുമ്പോൾ അതിന് അലിഫിട്ടാനുണ്ട്. ഓ, അങ്ങനെ. അപ്പൊ അല്ലുണ്ടോന്നുള്ളതല്ല അതിൻ്റെ അല്ലേ? അല്ലുണ്ടോന്നുള്ളതല്ല. ആ, അല്ലുള്ളതെന്നുള്ളത് ഇളാഫത്ത് ചെയ്യപ്പെട്ട് വന്നാൽ അലിഫിട്ടാനില്ല. യഹാഫിളൂൻ, അവർ നിഷ്ഠ പുലർത്തുന്നവരാണ്. അവരതിനെ നമസ്കാരത്തെ സൂക്ഷിക്കുന്നവരാണ്. അത് കൃത്യസമയത്ത് നിർവഹിക്കുക, അതിന് പ്രഥമ പരിഗണന കൊടുക്കുക, അത് നിർവഹിക്കേണ്ട രീതിയിൽ നിർവഹിക്കുക, എല്ലാം വരുന്നത്. ومن أظلم ممن افترى على الله كذبا أو قال أوحي إلي ولم يوحى إليه شيء ومن قال سأنزل مثل ما أنزل الله ولو ترى إذ الظالمون في غمرات الموت والملائكة باسطوا أيديهم أخرجوا أنفسكم اليوم تجزون عذاب الهون بما كنتم تقولون على الله غير الحق وكنتم عن آياته تستكبرون. ومن أظلم ممن افترى على الله كذبا. എല്ലാവർക്കും ബാധകമാണ്. യുവന്മാർക്കും ക്രിസ്ത്യാനികൾക്കും മാത്രമല്ല. അൽ ബഖറയിൽ പഠിച്ചല്ലോ, വൈലിൻ എന്ന് പറഞ്ഞുകൊണ്ട് എത്ര പ്രാവശ്യം വൈലിൻ പറഞ്ഞു. فويل للذين يكتبون الكتاب بأيديهم ثم يقولون هذا من عند الله فويل لهم مما كتبت أيديهم وويل لهم مما يكسبون. 3 പ്രാവശ്യം വൈലിൻ പറയും. ويل للذين يكتبون الكتاب بأيديهم ثم يقولون هذا من عند الله. സ്വന്തം കരങ്ങൾ കൊണ്ട് കിതാബ് എഴുതി ഉണ്ടാക്കി. ഇതൊക്കെ ദൈവവചനങ്ങളാണ്.
ചില ആൾക്കാർ ഇതൊക്കെ ദൈവവചനങ്ങളെന്ന് പറയില്ല, മറിച്ച് എന്ത് ചെയ്യും, ആ പറയുന്നതിന് അപ്രമാദിത്വം കൽപ്പിക്കും. അപ്പൊ എന്തായി, ദൈവവചനം പോലെയായി. ഇപ്പൊ എന്തെങ്കിലും പറഞ്ഞാല് പറയും, ഓക്കെ എത്ര പ്രാവശ്യം തരണം, തല എത്ര പ്രാവശ്യം തരണം ചോദിക്കാം. ഒന്ന് കൊടുക്കുമ്പോൾ തല എത്ര പ്രാവശ്യം തരണം, തല 3 പ്രാവശ്യം തരണം. ആര് പറഞ്ഞു? അത് ഫത്വൽ മുഈനിലുണ്ട്. ഫത്വൽ മുഈനാണോ ആധികാരികം, അല്ല റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാണോ ആധികാരികം? ഉടനെ പറയണം ഇത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ, ഈ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ചെയ്തതായി ഇന്ന സഹാബി പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ പറഞ്ഞ സഹാബി പറഞ്ഞ റിപ്പോർട്ട് ഹദീസ് ക്രോഡീകരിച്ച ഗ്രന്ഥകർത്താക്കൾ പറഞ്ഞിട്ടുണ്ട്, അത് ശരിയാണ് എന്ന് അവർ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നതാണ് പ്രാമാണികം. അപ്പൊ അതിനെന്ത് ചെയ്യും, ഫത്വൽ മുഈൻ എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഗ്രന്ഥത്തിന്റെ പേര് പറഞ്ഞിട്ട് അവിടെ ഉണ്ട്. എന്നാൽ ഫത്വൽ മുഈനിലുള്ളതെല്ലാം അംഗീകരിക്കുകയില്ല. ഫത്വൽ മുഈനിൽ പറഞ്ഞിട്ടുണ്ട് അവിടെ എന്ത് ചെയ്യണം, നമസ്കരിച്ചതിന് ശേഷം നമസ്കരിച്ചതിന് ശേഷം ഇമാം പിരിഞ്ഞു പോകണം. സലാം പറഞ്ഞതിന് ശേഷം, സലാം വീട്ടിയതിന് ശേഷം ഇമാം പിരിഞ്ഞു പോകണം. വഇല്ലം യകുൻ സമ്മ നിസാഉൻ, അവിടെ പെണ്ണുങ്ങളില്ലെങ്കിൽ എന്ത് ചെയ്യണം, ഇമാം പിരിഞ്ഞു പോകണം. അപ്പൊ പെണ്ണുങ്ങൾ ഉണ്ടെങ്കിലോ, പെണ്ണുങ്ങൾ ആദ്യം പോകണം. എന്ന് പറഞ്ഞാൽ ലേഡീസ് ഹാളിലല്ല, അവിടെ അന്ന് ലേഡീസ് ഹാളൊന്നും ഇല്ല. അന്ന് ആദ്യം ആണുങ്ങൾ നിൽക്കും, പിന്നെ കുട്ടികൾ നിൽക്കും, പിന്നെ പെണ്ണുങ്ങൾ നിൽക്കും. അങ്ങനെയാണ്. ആദ്യം മുമ്പിൽ ഇമാമിന്റെ പിന്നിൽ പുരുഷന്മാര്, അതിന്റെ പിന്നിൽ കുട്ടികൾ, അതിന്റെ പിന്നിൽ സ്ത്രീകളാണ് നിൽക്കുക. അങ്ങനെ വെച്ചിട്ടുള്ളത്. അപ്പൊ എന്ത് ചെയ്യണം, ഇമാം സലാം വെട്ടി കഴിഞ്ഞിട്ട് ഇമാം വേഗം എഴുന്നേറ്റ് പോകാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യണം, അപ്പൊ അവിടെ പെണ്ണുങ്ങൾ ഉണ്ടാവും പിന്നില്. അപ്പൊ ആദ്യം പെണ്ണുങ്ങൾ പോയതിനു ശേഷമാണ് പോകേണ്ടതാണ്. അപ്പൊ എല്ലാം തക്കുൻ സമ്മ നിസാവിൻ എന്ന് പറഞ്ഞപ്പോ അവിടെ പള്ളിയിൽ പെണ്ണുങ്ങൾ ഉണ്ടായിരുന്നു എന്നതില്ലേ, അപ്പൊ ഫത്വൽ മുഈനിലുള്ളത് എന്ത് ചെയ്യില്ല, സ്വീകരിക്കില്ല. അതേസമയം ഫത്വൽ മുഈൻ പറഞ്ഞിട്ടുണ്ട് 3 പ്രാവശ്യം തലയാടണം. 3 പ്രാവശ്യം തലയാടുമ്പോൾ എന്താ പറ്റുക, 3 പ്രാവശ്യം തലയാടുക. 3 പ്രാവശ്യം തലയാടുന്നവർ എന്താ ചെയ്യുന്നത്, 1 പ്രാവശ്യം തടവി, പിന്നെ 1 പ്രാവശ്യം തടവി, പിന്നെ 1 പ്രാവശ്യം തടവി, പിന്നെന്ത് ചെയ്യണം, വീണ്ടും വെള്ളം എടുത്തിട്ട് ചെവി അടവും. അപ്പൊ എന്തൊക്കെ മിസ്റ്റേക്ക് പറ്റി, ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തല തടവിരുന്നത് വെള്ളം തൊട്ടിട്ട് അവസാനം വരെ പോവുകയും അവിടെ തിരിച്ചു വരികയാണ് ചെയ്തത്. ഇതിനെന്ത് ചെയ്തു, അതേ കൈ കൊണ്ട് തന്നെ ചെവി തടവുകയും ചെയ്തു. 3 പ്രാവശ്യം തടവുന്നവര് 1 പ്രാവശ്യം തടവി, ഇങ്ങനെ തടവി, പിന്നെ ഒന്ന് തടവിട്ട് പിന്നെ വീണ്ടും വെള്ളം എടുത്തിട്ടാണ് ചെവി തടവ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത പല സംഗതിയും വിരുദ്ധമായി. അപ്പൊ എന്തായിരുന്നാലും ഒരു സംഗതി അവിടെ പറഞ്ഞിട്ട് ഇത് ഓക്കെ ഫത്വൽ മുഈനിൽ പറഞ്ഞിരിക്കുന്നതുകൊണ്ട് അത് അങ്ങനെ സ്വീകരിക്കണം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്നതുകൊണ്ട് അങ്ങനെ സ്വീകരിക്കണം, ഞങ്ങൾ ഓതിപ്പടിച്ച ഗ്രന്ഥം ഇതാണ്, അതിൽ പറഞ്ഞിരിക്കുന്നത് സ്വീകരിക്കണം. അപ്പൊ എന്തായി, അതിന് അപ്രമാദിത്വം കൽപ്പിച്ചു. അപ്പോഴതെന്തായി, ദൈവവചനം പറഞ്ഞത് എന്ന് പറയുന്നത് പോലെയായി. അതാണ്. പിന്നെ അത് തിരസ്കരിക്കാൻ പാടില്ല. അപ്പൊ അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ അക്രമിയാണ്. ഇമ്മൻ ഇഫ്തറ അലല്ലാഹി, അള്ളാഹിന്റെ മേലോ റസൂലിന്റെ മേലൊക്കെ വെട്ടി ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഔഖാല ഊഹയ്യ ഇലയ്യ, ഞങ്ങൾക്ക് വലിയ ദിവ്യമോചനം ലഭിക്കുന്നു എന്ന് ആരെങ്കിലും പറയാം. പുത്തൻ പ്രവാചകന്മാര് വരികയാണ്, ഞങ്ങൾക്ക് ദിവ്യ വഹി ലഭിക്കുന്നു. യഥാർത്ഥത്തിൽ അവനൊരു വഹി ലഭിക്കുന്നില്ല. അപ്പൊ ഇത് മുൻഗാമികളെയും പിൻഗാമികളെയും ചേർത്ത് പറയുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വഹി ലഭിച്ചു, അതിന് മുമ്പുള്ള നബിമാർക്ക് വഹി ലഭിച്ചിട്ടുണ്ട്, അതിന് ശേഷം ആർക്കും വഹി ലഭിക്കില്ല. അങ്ങനെ എനിക്ക് വഹി ലഭിക്കുന്നു എന്ന് ആരെങ്കിലും പറയും, യഥാർത്ഥത്തിൽ ഒരു വഹി ലഭിക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ അവൻ വലിയ അക്രമിയാണ്. അപ്പം ഊഹിയ ഇലയ്യ വലം യൂഹ ഇലൈഹി, അത് രണ്ടും എന്താണ്, ഊഹിയയും യൂഹയും എന്താണ്, കർമ്മണി പ്രയോഗങ്ങളാണ്. യൂഹയിലെ ലം ഇല്ലെങ്കിൽ എങ്ങനെയായിരിക്കും എഴുതുക, യൂഹ എന്ന് ഹദായുടെ യായിട്ടിട്ടാണ് എഴുതുക. യൂഹ ബോധനം നൽകപ്പെടുന്നു, ഊഹിയ
അപ്പൊ ഊഹിയ എന്ന് പറഞ്ഞ അർത്ഥം നൽകപ്പെട്ടു. നൽകപ്പെട്ടിരിക്കുന്നു. എനിക്ക് നൽകപ്പെടുന്നു. ഉം. അതേപോലെ ഊഹിയ എന്ന് പറയുമ്പോ എന്തായി? ഔഹ എന്നതിന്റെ ഔഹ ബോധം നൽകി. നൽകി. അതിന്റെ കർമ്മ പ്രയോഗം എന്തായി? അതും നൽകി. അങ്ങനെ തന്നെ പറയാൻ പറ്റുള്ളൂ. ഔഹ അഞ്ചല ഉൻസില. ഉൻസില. പ്ലൂരല് യൂഹി. അഞ്ചല എന്ന് പറഞ്ഞാൽ അഞ്ചലയുടെ കർമ്മ പ്രയോഗം എന്താണ്? ഉൻസില. 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 അപ്പൊ എനിക്ക് ഇറക്കപ്പെടുന്നത് എങ്ങനെ പറയും? യൂഹിയ യൂഹി അല്ല, എനിക്ക് ഇറക്കപ്പെടുന്നു. പ്ലസ് ഊഹി. ഊഹി. ഏ? യൂഹിയും പിന്നെ യാവുൽ മുത്തക്കല്ലിമും വരില്ലേ, അപ്പൊ അതിന് ഫത്ത കൊടുത്തു. അതെ. അല്ലല്ല, ഊഹിയും അതിന് യായ മുത്തകല്യമാണ് ഇവിടെ പത്തയിട്ടിരിക്കുന്നത്. ഊഹിയ കർമ്മണിയല്ലേ? എന്ന് പറയുമ്പോ ഔഹയുടെ കർമ്മണി പ്രയോഗം ഊഹിയ. ഊഹിയ. ആ ഊഹി എങ്ങനെ മനസ്സിലാക്കും ഉസ്താദ്? ഇവിടെ ഉള്ളത് പാസ്റ്റ് ടെൻസ് ആണ്. ആ മറ്റേത് കാല present. ഊഹിയ നൽകപ്പെട്ടു. മറ്റേത് ഉള്ളത് എനിക്ക് യായല്ല, എനിക്ക് നൽകപ്പെട്ടു എന്നല്ല. അല്ല, ഞാൻ നൽകും. ഞാൻ നൽകുന്നല്ല ഇവിടെ. അല്ല, ഇവിടെ അല്ല. ഇലയ്യ. എന്നിലേക്ക് അഞ്ചല എടുത്തു നോക്കുക, അഞ്ചല എടുത്തു നോക്കുക. ഇവിടെ തിരിച്ച് അഞ്ചല, ആ ഊഹിയക്ക് പകരം അഞ്ചല എടുത്തു നോക്കുക. കാല ഉൻസില ഇലയ്യ. മനസ്സിലായില്ല. ഉൻസില ഇലയ്യ. അപ്പൊ ഉൻസില എന്താണ് അവിടെ? ഇറക്കപ്പെട്ടു എന്ന മാവിയാണ് അവിടെ. ഉൻസിലയിലെ അകത്തുള്ള സർവനാമമാണ് കർത്താവ്, അല്ലെങ്കിൽ നായിബുൽ ഫാഇൽ. ഉൻസില ഇറക്കപ്പെട്ടു. അവിടെ ഇലയ്യയാണ് എനിക്ക് ഇറക്കപ്പെട്ടു എന്നുള്ളതിന് സൂചിപ്പിക്കുന്നത്. അപ്പൊ ഊഹിയില്ല. ഇനി ഞാൻ ഇറക്കപ്പെടുന്നു അപ്പൊ എന്ന് പറയണമെങ്കിൽ എന്ത് ചെയ്യണം? യു അപ്പം യൂഹി യോഹൂന തൂഹി തൂഹൂന ഊഹി എന്ന് വരും. ഊഹി ഞാൻ വഹി നൽകുന്നു എന്നുള്ളതിന് കർമ്മണി പ്രയോഗമാക്കുമ്പോ ഊഹിയ എന്ന് വരും. അവിടെയും എന്താണ്? രൂപം ഒന്ന് തന്നെയാണ്. ഊഹിയ എന്ന് പറയുമ്പോഴും മാവിയായിട്ട് പറയുമ്പോഴും എനിക്ക് ഇറക്കപ്പെടുന്നു എന്ന് പറയുമ്പോഴും രൂപം ഒന്ന് തന്നെയാണ്. ഉസ്താദ് ചോദിച്ചത് എങ്ങനെ മനസ്സിലാക്കാൻ അല്ല, സിയാക്കിൽ കലിമ എന്ന് പറയാം. അതായത് സെന്റൻസിന്റെ ഒഴുക്കിൽ നിന്നാണ് മനസ്സിലാക്കുന്നത്. സെന്റൻസ് ഫ്ലോ എങ്ങനെയാ വരിക? ഞാൻ പെട്ടെന്ന് പറഞ്ഞപ്പോ ഊഹിയ എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞ എന്താണ്? എനിക്ക് ഇറക്കപ്പെടുന്നത്. ഊഹിയ എന്നുള്ള അവിടെ ഞാനല്ല, മറിച്ച് എന്താണ്? ഇവിടെ അങ്ങനെ സെന്റൻസ് വായിച്ചു നോക്കുക. അല്ലെങ്കിൽ അവൻ പറഞ്ഞു ഊഹിയ ഇറക്കപ്പെട്ടു ഇലയ്യ എന്നിലേക്ക്. അപ്പൊ എന്താ? ഊഹിയ പാസ്റ്റ് ടെൻസ് ആണ്. ഇലയ്യ ഇറക്കപ്പെട്ടു എനിക്ക് എന്നിലേക്ക്. അപ്പൊ എന്നെ സൂചിപ്പിക്കുന്ന വാക്ക് എവിടെയുണ്ട്? ഇലയ്യയിലാണ് നടക്കുന്നത്. ഇലയ്യ ഇല്ലെങ്കിൽ അത് അങ്ങനെയാണ്. അതായത് നമ്മള് ഈ യൂസുഫ് നബി അലൈഹി സ്വലാമിനെ കടിച്ച് ചെന്നായുടെ നിറം എന്താണെന്ന് ചോദിച്ചത്. നിങ്ങൾ വേറെ ഒരു സെന്റൻസ് പറഞ്ഞിട്ട് ആ സെന്റൻസ് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞ ചോദ്യം മനസ്സിലായോ? പ്രസ്താവന. യൂസുഫിനെ അലൈഹി സ്വലാമിനെ കടിച്ച് ചെന്നായുടെ നിറം എന്തായിരുന്നു? കടിച്ചില്ല. പിന്നെ ചെന്നായുടെ നിറം എന്തിനാണ് അന്വേഷിക്കുന്നത്? അപ്പൊ ഇവിടെ നമ്മൾ തിരിച്ച് ചിന്തിച്ചാൽ അങ്ങനെ പറയാൻ പറ്റൂല. ഇലയ്യ ഇല്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പറയാൻ പറ്റൂല. അതേസമയം ഇലയ്യ ഇല്ലാത്ത വേറൊരു സെന്റൻസ് പറയാം. അതായത് ഒരു വാക്കിന് അർത്ഥം കൽപ്പിക്കുന്നത്. മലയാളത്തിൽ നമ്മൾ ഇത് വെച്ചുകൊണ്ട് നിങ്ങൾ മലയാളത്തിൽ നിങ്ങൾ എപ്പോഴെങ്കിലും സംസാരിക്കുന്ന സന്ദർഭത്തിൽ ചിന്തിച്ചു നോക്കാം. ഓരോ സന്ദർഭത്തിലും ഇതിന് മലയാളം പഠിച്ചിട്ട് വരുന്ന ഒരാൾ എങ്ങനെ അർത്ഥം കൽപ്പിക്കും എന്ന് ചോദിച്ചാൽ കുഴഞ്ഞു പോകും. ഞാൻ അങ്ങോട്ട് പോയപ്പോ 2-3 ദിവസം കൊണ്ടൊരു ബോർഡ് ഞാൻ കാണുകയാണ്.
ഓർഡർ അനുസരിച്ച് കൊടുക്കപ്പെടും. ഓർഡർ അനുസരിച്ച് പണിഞ്ഞു കൊടുക്കപ്പെടും. പണിഞ്ഞു എന്നൊരു വാക്കുണ്ടല്ലോ മലയാളത്തില്, ഇല്ലേ? ഉണ്ടോ ഇല്ലേ? പണിതു എന്നും പറയും. അപ്പൊ പണിതു എന്നും പണിയും. അപ്പൊ അതിന് പണിതു എന്നതിന് പകരം താക്ക് പകരം എന്താ ഞായിട്ടില്ലേ? പണിഞ്ഞു. അത് തെറ്റാ. ഈ മലയാളം പഠിച്ചിട്ട് വരുന്ന ആൾക്കാർ ഇതൊക്കെ എങ്ങനെ കണ്ടുപിടിക്കും? ഇഞ്ഞയാണോ തായാണോ? ആ പ്രയോഗം തെറ്റല്ലോ ഉസ്താദേ. അപ്പൊ അങ്ങനെയല്ല, നമ്മളൊരു സെന്റൻസിന്റെ ഘടനയിൽ നിന്നാണ് ഒരു വാക്കിന്റെ അർത്ഥം കണ്ടെത്തുന്നത്. ഒരു വാക്കിന്റെ അർത്ഥം കണ്ടെത്തുന്ന ഒരു വാക്യത്തിന്റെ ഘടനയിൽ നിന്നാണ് ഒരു വാക്കിന്റെ അർത്ഥം. ചില ഉദാഹരണങ്ങൾ ഞാൻ പറയാറുണ്ട്. അപ്പൊ അതുപോലെയാണ്. ഞാൻ ഊഹിയ എന്നത് ആദ്യം കണ്ടപ്പോഴത്തേക്ക് ഞാൻ ഊഹിയ എന്ന വാക്ക് മാത്രം പറഞ്ഞപ്പോഴേ അത് പ്രസന്റ് ടെൻസ് ആണ് എന്ന് ധരിക്കുകയും, വാക്ക് മാത്രം കാണുമ്പോൾ അത് പ്രസന്റ് ടെൻസ് ആണെന്നൊക്കെ ധരിക്കുകയും എന്ത് ചെയ്തു. എന്നിട്ട് അതിന് ഞാൻ ബോധം നൽകപ്പെട്ടു എന്ന് പറയുകയും ചെയ്തു, നൽകപ്പെടുന്നു എന്ന് പറയുകയും ചെയ്തു. അപ്പൊ യായ്ക്ക് എങ്ങനെ ഫത്തഹ വന്നു? അവിടെ നെസ്ബ് ഉള്ള വാക്ക് എന്തെങ്കിലും വന്നെങ്കിൽ മാത്രമേ യായ്ക്ക് ഫത്തഹ വരാൻ സാധ്യതയുള്ളൂ. അതേസമയം ഇവിടെ എന്താണ്? നാസിബൊന്നും വന്നിട്ടില്ല, നെസ്ബ് വരുത്തുന്ന പദങ്ങളൊന്നും വന്നിട്ടില്ല. കാല ഊഹിയ എന്ന് പറഞ്ഞപ്പോ എന്തായി? പാസ്റ്റ് ടെൻസിലാണ്. അപ്പൊ യാ എന്താണ്? കർമ്മണി പ്രയോഗമായതുകൊണ്ട് യായ്ക്ക് ഫത്തഹ വന്നതാണ്. ഉൻജീല പോലെ. യൂഹി എന്നുള്ളതിന്റെ കർമ്മണി പ്രയോഗം അല്ലെ ഉസ്താദേ വരിക? എങ്ങനെ? യൂഹി എന്നതിന്റെ കർമ്മണി പ്രയോഗം അല്ലെ? യൂഹി എന്നതിന്റെ കർമ്മണി പ്രയോഗം യൂഹ. അതെ. യൂഹ. അപ്പം ഊഹി എന്നതിന്റെ കൽപ്പന പ്രയോഗം ഊഹി. അല്ല, അപ്പൊ ഇത് വരില്ല. യൂഹാന്ന് ദീർഘം വരില്ല. ഊഹായാണ്. യൂഹി എന്നുള്ളതിന് യൂഹ വരുമ്പം ഊഹ എന്നാണ് വരിക, ഫത്തഹാണ് വരിക. ഞാൻ ബോധനം നൽകി എന്നുള്ളതിന്റെ ആണ് പറയുന്നത്. അത് ശരി. ഓക്കെ. ഊഹി എന്ന് പറയുമ്പോ ഊഹി എന്ന് വരുന്നത് ഞാൻ ബോധനം നൽകി എന്ന് പറയുമ്പോ ഊഹിയ എന്നതിന് ഫത്തഹ വരണമെങ്കിൽ നെസ്ബ് വരുന്ന എന്തെങ്കിലും സംഭവം മുമ്പേ വരണം. ഞാൻ നൽകപ്പെടുന്നു എന്നാണ് വരുന്നതെങ്കിൽ ഊഹ എന്നാണ് വരിക. യൂഹി എന്നുള്ളത് യൂഹ എന്നാണ് വരുന്നത്. അപ്പം ഊഹ എന്നേ വരുള്ളൂ. ഔഖാല ഊഹി ഇലയ്യ വലം യൂഹ ഇലൈഹി. അപ്പൊ യൂഹ വന്നില്ലേ? അനയായിരുന്നെങ്കിൽ അന ഊഹ എന്നായിരിക്കും വരിക. ചിലപ്പോ നമ്മളെ മനസ്സിലിരിക്കുന്ന സംഗതികളും അർത്ഥം പറയുമ്പം അതിന് പ്രകടമാകും. നമ്മളെ മനസ്സിലെ കർമ്മണ പ്രയോഗമാണ് ഇരിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ ഊഹിയ വരുമ്പോഴത്തേക്ക് ഞാൻ നൽകപ്പെടുന്നു എന്ന് വരും, ചിന്തിച്ചു പോകും. അങ്ങനെയല്ല, മറിച്ച് എന്താണ്? ഇവിടെ ഊഹിയ എന്നത് കർമ്മണ പ്രയോഗമാണ്, പാസ്റ്റ് ടെൻസ് ആണ്. അതിന് ഞാനാണ് എന്ന് പറയും ഊഹ എന്നാണ് വരിക. അവിടെ ഫത്തഹം വരില്ല, യാന് ഫത്തഹം വരില്ല, ഹാന് ഫത്തഹം വരും. മറ്റേത് ഔഹ എന്ന് ഔഹ എന്ന് പറഞ്ഞാൽ അവൻ ബോധനം നൽകി. ഔഹ അതിന്റെ കർമ്മണ പ്രയോഗം എന്താണ്? ഔഹയുടെ കർമ്മണ പ്രയോഗം ഊഹിയ കർമ്മ പിന്നെ അവൻ ബോധനം നൽകപ്പെട്ടു. ഊഹി എന്ന് പറയുമ്പോൾ സംശയം ഉണ്ടാകാൻ ഒരേ ഒരു കാരണം, ഈ നെസ്ബ് വരുത്തുന്ന പദങ്ങൾ എന്തെങ്കിലും വന്നെങ്കിൽ മാത്രമേ ഊഹി എന്നുള്ളത് ഊഹിയാന്ന് വരുള്ളൂ. ഞാൻ ബോധനം നൽകുന്നു, ഊഹി, ഞാൻ ബോധനം നൽകുന്നു എന്ന് വരണമെങ്കിൽ എന്ത് ചെയ്യണം?
ഊഹി എന്ന് വരും. അവിടെ പിന്നെ യാ വരണമെങ്കിൽ നെസ്ബ് വരുന്ന പദങ്ങൾ എന്തെങ്കിലും വരണം. അല്ലേ അശ്വസാര്? അപ്പൊ ഊഹി നൂഹി എന്ന് വരാം. അപ്പൊ ഊഹി എന്നുള്ളതിന്റെ ഊഹ എന്ന് വന്നാ പറ്റൂല. അങ്ങനെ ഞാൻ നൽകപ്പെട്ടു ഊഹ. കൺഫ്യൂഷൻ അങ്ങനെ വരും. ആവുകയാണ്. ഊഹ എന്ന് വരും. ഞാൻ നൽകപ്പെടുന്നു. ഞാൻ നൽകപ്പെടും. ഊഹ. ഊഹ എന്ന് പറയുമ്പോൾ ഹാന് ഫത്തഹാണ്, യാന് ഫത്തഹില്ല. ദീർഘമായിട്ട് വരും. ദീർഘമായിട്ട് വരും. അലിഫായിട്ടാ വരിക. ഊഹ. അലിഫ് മദ്ദ്. അതെ. വലം യൂഹ ഇലൈഹി ശൈഉൻ വമൻ ഖാല സഉൻസിലു മിസ്ല മാ അൻസലല്ലാഹ് വലൗ തറാ ഇദിൽ ളാലിമൂന ഫീ ഗമറാത്തിൽ മൗത്ത്. ഗമറാത്തുൽ മൗത്ത് എന്താണ്? മരണത്തിന്റെ സക്കറാത്തുൽ മൗത്ത്. വേദന. വേദനയാലുള്ള വെപ്രാളം, മരണവെപ്രാളം, ഗമറാത്ത്. വൽമലായിക്കത്തു ബാസിത്തൂ ഐദീഹിം. ബാസിത്തൂവിന്റെ ഒറിജിനൽ എന്താണ്? ബാസിത്തൂനെയാണ്. ബാസിത്തൂന എന്നാണ്. പിന്നെ ഐദിയിലേക്ക് ഇളാഫത്ത് ചെയ്തപ്പോഴാണ് ഞാൻ പോയത്. ബാസിത്തു ഐദീഹിം അഖ്രിജു അൻഫുസക്കും എന്ന് പറഞ്ഞാൽ യഖൂലൂന അഖ്രിജു അൻഫുസക്കും. അവര് പറഞ്ഞുകൊണ്ട്, അവരിങ്ങനെ പറയുമെന്നാണ്. പറഞ്ഞുകൊണ്ട് അവർ കൈനീട്ടി നിൽക്കും എന്ന സന്ദർഭം. അല്ല, ഒരുപാട് വാക്കുകൾ, പദങ്ങൾ, ആശയങ്ങൾ ചുരുക്കിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ആശയം വിശാലമാണ്. ഇതിൽ ലാലിമൂന ഫി ഗമറാത്തിൽ മൗത്ത്. അക്രമികൾ മരണവേദനയാലുള്ള വെപ്രാളത്തിലായിരിക്കുന്ന സന്ദർഭം സ്മരണീയമാണ്. അല്ലെങ്കിൽ ഓർക്കുക, അന്ന് നീ കണ്ടിരുന്നെങ്കിൽ. അങ്ങനെ മൽമലായികത്തു ബാസിത്തു വൈദിയും മലക്കുകൾ കൈനീട്ടി നിൽക്കുന്നവരായിരിക്കെ, അഖ്രിജു അൻഫുസക്കും മറിഞ്ഞുകൊണ്ടിരിക്കെ. മലക്കുകൾ പറയുന്നതാണ് ബാക്കി പറയുന്നത്. എന്താ മലക്കുകൾ പറയുന്നത്? അൽ യൗമ തുജ്സൗന അദാബൽ ഹൂനി ബിമാ കുൻതും തഖൂലൂന അല്ലാഹു ഗൈറൽ ഹഖ് വ കുൻതും അൻ ആയാതിഹി തസ്തക്ബിറൂൻ. തുജ്സൗന. അപ്പൊ തുജ്സൗന എന്താണ്? മജ്ഹൂലാണോ മഅറൂഫാണോ? അതിനെ നേരെ മഅറൂഫാക്കിയാൽ എന്താവും? തജ്സൂനയാണ് തുജ്സൗനയായി. തജ്സൂന, യജ്സി യജ്സൂന, യജ്സി യജ്സൂന, തജ്സി തജ്സൂന, അജ്സി നജ്സി. അജാബൽ ഹൂനി, ഹീനമായ ശിക്ഷ. അതിന്റെ ക്രിയ എന്താണ്? ഹൂനിന്റെ ഹാന യഹൂനു, മോശമായി, നിന്ദ്യമായി, നിന്ദിതമായി. ബിമാ കുന്തും തഖൂലൂന അലല്ലാഹി ഗൈറൽ ഹഖ് വ കുന്തും മിൻ ആയാതിഹി തസ്തക്ബിറൂന്റെ മാദി എന്താണ്? അതിന്റെ കർത്താവിന്റെ രൂപം മുസ്തക്ബിറുൻ. കർമ്മനാമം മുസ്തക്ബറുൻ. ജിഅ്തുമൂനയുടെ അർത്ഥം എന്താ? നിങ്ങൾ ഞങ്ങളുടെ അടുക്കൽ വന്നു. അപ്പൊ വാവിന്റെ സ്ഥാനം എന്താണ് അവിടെ? എന്തിന്റെ ജമ്മ്? വാവ് എന്തിനുള്ളത്? യഫ്അലൂനയിലെ വാവ് പോലെയാണോ? അത് ഫാലൂലുള്ള വാവ് പോലെയാണോ? അതെ. പിന്നെ എന്ത് വാവ്? എന്ത് ജമാഅത്തിന്റെ വാവ്?
അല്ല അൻതും എന്നുള്ളതിന്റെ ജിത്തും എന്നുള്ളത് ജിത്തും അൻതും അൻതും ആ, എന്നുള്ളത് ആ അൻതുമിന് ജേത്തുവിന് വാവുണ്ടോ എന്നാണ് ചോദ്യം. അൻതും ജേത്തുവിന് അതിന്റെ വാവുണ്ടോ? അൻതും എന്നുള്ളതിന്റെ അൻതുമിന് വാവുണ്ടോ? ഖിലാഫത്ത് വാവില്ല. ചെയ്യുന്നത് അതിന്റെ കൂടെ സർവനാമം ചേർക്കുമ്പോൾ ബഹുവചനത്തിന്റെ ഭാഗം. വാവ് ചേർക്കുന്നതാണ്. ആ ഇതൊക്കെ ശരി, അൻതും ദീർഘത്തിന് വേണ്ടി എന്തിന്? പ്ലൂരൽ അല്ല അല്ല അവിടെ അതെ ഒരു വാവ് ചേർക്കും. എന്തിനു വേണമെന്ന് പറയണ്ട, വാവ് ചേർക്കും, അത്രേ ഉള്ളൂ. കമ്മ്യൂണിക്കേറ്റീവ് അറബിക്കിലെ പാഠം ഉണ്ടായിരുന്നു അങ്ങനെ. ഉണ്ടായിരുന്നു. ആ അപ്പൊ ജേത്വം എന്നത് എന്താണ്? അവിടെ മീമ് സാക്ഷ്യത്തിലാണ് അവസാനിക്കുന്നത്. പിന്നെ അതിന്റെ കൂടെ ഞാൻ ചേർത്ത് നോക്കി, ജേത്വം പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് അറബികൾ അവിടെ ഒരു വാവ് ചേർത്ത് പറയുന്നത്, ജേത്തുമൂന. അത്രേ ഉള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം അഷറഫ് സാഹിബ് എന്നെ ചോദിച്ചു, വേറെ കുറെ കാര്യങ്ങൾ ചോദിച്ചാൽ നിന്നോട് അത് ചേർത്താൽ ഉണ്ടാവുക. ഇതറിയ ഉസ്താദ് പറയാനറി എന്റെ എക്സ്പ്ലനേഷൻ ഏത് സർവനാമം ചേർത്താലും അവിടെ വരും. ആ ഏത് സർവനാമം ചേർത്താലും അതിന്റെ കൂടെ വാവ് വരും. ഖലഖ്തുമൂനി അല്ലെങ്കിൽ ആതൈതുമൂനി, എനിക്ക് നൽകി, നിങ്ങൾ എനിക്ക് നൽകി. ആതൈതും നീ എന്ന് പറയാൻ പറ്റില്ല. ഫുറാദയുടെ ഏകവചനം എന്താ? ഫർദുൻ. അല്ലെ, ഫർദനില് ഫുറാദ. അങ്ങനെ പറയാൻ പറ്റുമോ? തടിച്ചു വരുന്നല്ലേ, ഒറ്റയ്ക്കായി. ഫുറാദ എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് എന്നാണ് കേട്ടോ. ആ പിന്നെന്തിനാ? ഒറ്റയ്ക്ക്. അതിന്റെ ഏകോചനം എന്ന് പറയാൻ പറ്റില്ല. ഫർദ് ഇവിടെ എഴുതി തന്ന തെറ്റാണ്. ഫർദ് ഫുറാദ എന്ന് പറഞ്ഞാൽ ഒറ്റയായി ഫുറാദ. അവസ്ഥയാണല്ലേ, അവസ്ഥ. ഒറ്റയായി. ഫർദൻ എന്ന് പറഞ്ഞാൽ വ്യക്തി എന്നാണ്, ഒരാളെന്നാണ് ഫർദൻ, ഇൻഡിവിജ്വൽ, ഒരാള്. ഫുറാദ എന്ന് പറയുമ്പോൾ ഒറ്റയ്ക്ക് എന്നാണ്. പറയാൻ പറ്റില്ല അല്ലേ? എങ്ങനെ ജമ്മു വരെ കൂട്ടമായി എന്നല്ല വരിക? അല്ലല്ല, അത് വേറെ. അത് വേറെ. ഇവിടെ ജമ്മ ഇട്ടിരിക്കുന്നത് തെറ്റാണ്. ഫുറാദ എന്നല്ല വരുന്നത്. സംഘമായി അങ്ങനെ പറയാം. ഇല്ലല്ലോ, ആ വാക്കിൽ നിന്നൊരു പ്ലൂരൽ ഉണ്ടാവില്ലല്ലോ ഉസ്താദെ. ഫർദിന്റെ ജന്മ യഥാർത്ഥത്തിൽ അഫ്രാദാണ്. അതാണ് അഫ്രാദാണ്. ഫുറാദ എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഫുറാദ എന്നും 2 അഫ്രാദ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അന്ന് എഴുതിയപ്പോ ശരിയാണ്. പക്ഷെ എന്തുകൊണ്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് പറഞ്ഞാൽ ഒറ്റയായി, ജേത്തുമൂന ഫുറാദൻ, ഒരാളായി എന്നാണ്. ഇവിടെ എന്തായാലും എല്ലാവരും മീറ്റ് ചെയ്യും, ഒറ്റയ്ക്കായിട്ടാണെന്ന് മാത്രമല്ല ഉസ്താദെ. ഇവിടെ ജമ്മ അല്ല ഇവിടെ ഉദ്ദേശം. നമ്മള് മസിന എന്ന് പറയൂലേ, മസിന എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? 2 വീതം. സുലാസ 3 വീതം. അവിടെ സലാസിന്റെ ബഹുജനമല്ല സുലാസ എന്ന്. പക്ഷെ ഇവിടെ എന്താണ്? ഫുറാദ എന്ന ബഹുജനവും ഉണ്ട്. ഫർദിന്റെ ബഹുജനം ഫുറാദ ഉണ്ട്. ഒറ്റയായ അവസ്ഥയല്ല, ഹാല് പറയാൻ വേണ്ടിയല്ല. ഉദാഹരണം പറഞ്ഞാൽ എന്താ? ഈ ആയത്ത് ഓർമ്മിച്ചാൽ മനസ്സിലാവും. സൂറത്ത് നിസാൽ ആയത്തില്ലേ, ഇപ്പൊ എന്താ? മസ്ന എന്ന് പറഞ്ഞാൽ 2 വീതം, സുലാസ 3 വീതം. അപ്പൊ നിങ്ങൾ 2 വീതം കല്യാണം കഴിച്ചോളുക, അല്ലെങ്കിൽ 3 വീതം കല്യാണം കഴിച്ചോളുക.
ഇപ്പൊ ഇവിടെ എന്താണ്? ഒരാൾ ആയി. ആ അർത്ഥത്തിലാണ് ഒരാളായിട്ടാണ് വരുന്നത്. വരുമ്പോ ഒരാൾ വരണം, അത് പിന്നെ നല്ല ഒരാൾ വരും, പിന്നെ ഒരാൾ വരും, അങ്ങനെയാണ് വരുന്നത്. ഇവിടെ ഉദ്ദേശം എന്താണ്? നെയ്ത്തുമോന ഫുറാദ എന്ന് പറഞ്ഞാൽ അവർക്ക് വരുമ്പോൾ ഞാനും എന്റെ കുടുംബവും അല്ലെ എന്റെ മകനാണിത്, എന്റെ വാപ്പയാണിതെന്നും പറയാനുള്ള ചാൻസ് ഇല്ല. മറിച്ച് എന്താണ്? തനിയാണ് വരിക. ആ ഓരോരുത്തരും അവരവരുടെ കാര്യം മാത്രം പറഞ്ഞു, നീ നിന്റെ കാര്യം മാത്രം പറഞ്ഞു എന്നർത്ഥം. ശുപാർശയ്ക്കും ഒരു കമ സാധാരണ ഖലഖനാക്കും അവ്വല മറ. ചിലപ്പം ജനിച്ചപ്പം ആദ്യം സൃഷ്ടിച്ചപ്പോൾ എന്നാണ് കമ ഖലഖനാക്കും അവ്വല മറ. ആദ്യ തവണ സൃഷ്ടിച്ചപ്പോൾ ആദം അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ചായിരുന്നു. ആദ്യം ആദം അലൈഹിസ്സലാമിനെ സൃഷ്ടിക്കുമ്പോഴത്തേക്ക് ഇൻഡിവിജ്വൽ ആണ് അദ്ദേഹം, ഒറ്റയാണ്. അതിന് മുമ്പില്ല, അതിന്റെ കൂടെ ഒരാളെ വന്നിട്ടില്ല. തറക്തും ഹവ്വൽനാക്കും വറാഅ ദുഹൂരിക്കും. ഇവിടെ ഈ ഇതുമായിട്ടാണ് ബന്ധം. ഏത്? പുറാദായുമായിട്ടാണ് ബന്ധം. തറക്തും നിങ്ങൾ എന്ത് ചെയ്തു? ഒഴിവാക്കി. ഉപേക്ഷിച്ചു. ആ തറക്തുവിന്റെ അർത്ഥം നിങ്ങൾ ഉപേക്ഷിക്കും. ഉപേക്ഷിച്ചു. ഓൾറെഡി ലെഫ്റ്റ്. മാ ഹവ്വൽനാക്കും. അതെ ഉപേക്ഷിച്ചു. മാ ഹവ്വൽനാക്കും. നിങ്ങൾ അധീനപ്പെടുത്തിയതല്ല. ഹവ്വൽനാക്കും. നാം നിങ്ങൾക്ക് നിങ്ങൾക്ക് കുറെ സംഗതികളൊക്കെ ഞാൻ തന്നിട്ടുണ്ടായിരുന്നു, അതെല്ലാം അവിടെ കളഞ്ഞിട്ടാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് നാം തന്നത് പോലും നിങ്ങൾക്ക് ഇവിടെ കൊണ്ടുവരാൻ പറ്റില്ല. അതെല്ലാം നിങ്ങളുടെ പിന്നിൽ വിട്ടേച്ചിട്ടാണ് പോയത്. ഷുഫാഇന്റെ ഏകോപനം എന്താണ്? ഷുഫാ പറയുമ്പോ അവസാനം ഹംസാണ്. ഷഫീ പറയുമ്പം ഹംസൊന്നുമില്ല. പിന്നെ ഷഫാഅത്ത് ഉണ്ടോ ഉസ്താദെ? ഷഫാഅത്ത് എന്താണ്? മസ്ദറല്ല, ഷഫാഅത്ത് ക്രിയാധാതുവാണ്. ക്രിയാധാതുവാണ്. അല്ലദീന സഅംതും അന്നഹും ഫീക്കും ശുറക്കാ. നിങ്ങൾ ശുറക്കാണെന്ന് കരുതിയിരുന്നവരെല്ലാം നിങ്ങൾ എന്ത് ചെയ്തു? മാ നറാമാക്കും, നിങ്ങളോടൊപ്പം കാണുന്നില്ല. അതായത് നമ്മൾ എന്ത് ചെയ്ത് നോക്കുമ്പോൾ സങ്കല്പിച്ച് നോക്കിയാലേ അതിന്റെ സീരിയസ്നെസ് മനസ്സിലാവുള്ളൂ. ഒരാൾ വരെയാണ് വിചാരണയ്ക്ക് വേണ്ടി വരുമ്പോ കൂട്ടുകാരും വരുന്നില്ല, കൂട്ടുകാരും പാർട്ട്ണർമാരും ആരും വരുന്നില്ല, നേരത്തെ കൂടെ ഉണ്ടായിരുന്നവരും വരുന്നില്ല, നമ്മള് ലോകത്ത് വെച്ച് വിളിച്ച് പ്രാർത്ഥിച്ചിരുന്ന ആളും വരുന്നില്ല. ഏതെങ്കിലും വലിയനും ഏതെങ്കിലും അങ്ങനെ ഏതെങ്കിലും ഒരു മഹാന്മാരെയൊക്കെ വിളിച്ച് പ്രാർത്ഥിച്ചിരുന്നെങ്കിലും അവരും ഇയാൾ വരുന്ന വിചാരണയ്ക്ക് വരുമ്പോൾ അയാൾ കൂടെ വരുന്നില്ല. അതാണ് പറയുന്നത് മാ നറാമാക്കും, നാം കാണുന്നില്ലല്ലോ നിങ്ങളോടൊപ്പം. ശുഫാഅക്കുമുല്ലദീന സഅംതും, നിങ്ങൾക്ക് ശുപാർശ ചെയ്യും എന്ന് വിചാരിച്ചിരുന്നത്. അവിടെയാണ് ഈ ശുപാർശയെ കുറിച്ച് നമ്മൾ പഠിക്കണമെന്ന് പറഞ്ഞത്. അപ്പൊ ശുപാർശയെ കംപ്ലീറ്റ് നിരാകരിക്കുകയാണ് ഖുർആൻ ചെയ്യുന്നത്. മിണ്ടാൻ അനുവാദം വേണമെന്നാണ് അവിടെ, പെർമിഷൻ വേണം. ശുപാർശ ചെയ്യണമെങ്കിൽ പെർമിഷൻ വേണം. പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ശുപാർശ ചെയ്യാൻ പറ്റൂ. ലാ യതകല്ലമൂന ഇല്ലാ മൻ അദിന ലഹു റഹ്മാൻ. മിണ്ടാൻ പെർമിഷൻ കൊടുത്തെങ്കിൽ മാത്രമേ മിണ്ടാൻ പറ്റുള്ളൂ. ഇവിടെ എന്ത് ചെയ്യുന്നതാണ്? മാ നറാമാക്കും ശുഫാഅക്കും അല്ലദീന സഅംതും ഫീക്കും ശുറക്കാ, നിങ്ങൾക്ക് പങ്കാളികളാണ് എന്നാണ് വിചാരിച്ചിരുന്നത് നിങ്ങൾ. അപ്പൊ എന്താണ്? ഈ ഷഫീ എന്ന് വിചാരിക്കുന്നവര് പങ്കാളികളാണ് എന്നാണ് കരുതപ്പെടുന്നത്. അല്ലാന്റെ പങ്കാളികൾ ശുറക്ക, നിങ്ങളുടെ കാര്യത്തിൽ ശുറക്ക ആണെന്നാണ് അവർ വിചാരിച്ചിരുന്നത്.
അങ്ങനെ വിചാരിക്കും. അപ്പൊ ഷെഫി എന്ന് പറയുന്നത് തന്നെ എന്താണ്? ഷിർക്ക് ആക്കുന്നതിന് തുല്യമാണ്. സമയം കഴിഞ്ഞോ? ഇല്ല. ഇല്ല. നിങ്ങളെ ഈ പിന്നെ ഹെഡ്സെറ്റ് വെച്ചിരിക്കുന്നതിന്റെയൊക്കെ ചെറിയ ശബ്ദം പോലും എന്റെ ചെവി കേൾക്കും. കാരണം ആ ഹെഡ്സെറ്റിന് എന്റെ ചെവിയിലാണ് വരുന്നത് ഡയറക്റ്റ്. ഇപ്പൊ നിങ്ങളെ ഈ സമയം പോകുന്നതിന്റെ ഒരു ലക്ഷണമുണ്ടല്ലോ, സമയം ചില അധികരിക്കും. ആൾക്കാർ കോട്ടുവായൊക്കെ ഇടാൻ തുടങ്ങിയിരിക്കണേ. സമയം ഇവിടെ ലാപ്പ് കാണിക്കുന്നുണ്ട് നമ്മോട്. ബൈനക്കും കത്തായും കത്തായും തമ്മിലുള്ള ബന്ധം എന്താണ്? കത്തായും കട്ട് ചെയ്ത് മുറിച്ചു എന്താണ്? ട്രാൻസിറ്റീവാണ്. മുറിഞ്ഞു. തകത്ത എന്ന് പറയുമ്പോൾ എന്താണ്? മുറിഞ്ഞു. അത് ഇൻട്രാൻസിറ്റീവാണ്. ഫീക്കും ഷുറക്കാവൂ എന്ന് പറയുമ്പോ അങ്ങനെ നിങ്ങളുടെ കാര്യത്തിൽ പങ്കാളികളായിട്ട് നറാമാക്കും ഷുഫാക്കും ഉള്ളതിനെ ജാന്തും അന്നഹും അവർ ഫീക്കും നിങ്ങളുടെ കാര്യത്തിൽ ഷുറക്കാഉ പങ്കാളികളായിട്ട് നിങ്ങൾ കണക്കാക്കിയിരുന്നു. അതായത് അള്ളാന്റെ പങ്കാളി അതെ, അള്ളാന്റെ പങ്കാളികളായി നിങ്ങൾ കണക്കാക്കിയിരുന്നു. നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ കരുതിയിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്. ഷെഫി എന്ന് കണക്കാക്കുന്നതോട് കൂടി എന്തായി? അള്ളാഹുടെ കാര്യം അള്ളാഹുമായി പങ്കുചേർക്കുന്ന പോലെയായി. യോജിപ്പിക്കാൻ ഇത് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നയാൾ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ഗുണം ചെയ്യുന്നതിൽ പങ്കുള്ളവരെന്ന്. അതാണ് ഞാൻ പറയുന്നത്. നിങ്ങളുടെ കാര്യത്തിൽ ഷുറക്ക ആണ്. നിങ്ങൾക്ക് ഗുണം ചെയ്യുന്ന കാര്യത്തിൽ പങ്കുള്ളവരെന്ന് നിങ്ങൾ ജൽപ്പിച്ചു കൊണ്ടിരുന്ന. ഫീക്കും ഷുറക്കാവും നിങ്ങൾക്ക് പങ്കാളികളാണ്. നിങ്ങളുടെ കാര്യത്തിൽ പങ്കാളികൾ. എന്തിനു വേണ്ടി? നിങ്ങൾക്ക് നന്മ ചെയ്യും, ഗുണം ഉണ്ടാക്കും എന്ന് നിങ്ങൾ കരുതിയിരുന്നു. അപ്പൊ എന്താണ്? അള്ളയുമായി പങ്കുചേർക്കുന്നതിന് തുല്യമാണ്. നിങ്ങൾ വേറൊരാളെ ശുപാർശകനായി കണക്കാക്കുന്നത് അള്ളയുമായി പങ്കുചേർക്കുന്നതിന് തുല്യമാണ്. എന്തിനാ ശുപാർശനാക്കുന്നത്? നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരം കിട്ടുന്നതിന് വേണ്ടിയല്ലേ? അപ്പൊ അങ്ങനെ ഉപകാരം കിട്ടുമെന്ന് അള്ള വിചാരിക്കാതെ ഉപകാരം കിട്ടുമെന്ന് നിങ്ങൾ വിചാരിച്ചാൽ അത് അള്ളയുമായി പങ്കുചേർക്കുന്നതിന് തുല്യമാണ്. എന്നിട്ട് അവിടെ വരുമ്പോഴത്തേക്ക് പറയാനില്ല, തഖത്ത ബൈനക്കും എല്ലാ കണക്ഷനും വിച്ഛേദിക്കപ്പെട്ടു, എല്ലാം ഡിസ്കണക്റ്റഡ് ആയി. വല്ല അൻകും ഡീവിയേറ്റ് ചെയ്യപ്പെട്ടു. വല്ല അൻകും വഴിതെറ്റിപ്പോയി. കുന്തും തസ്അമൂൻ നിങ്ങൾ ആർഗ്യൂ ചെയ്തുകൊണ്ടിരുന്നതല്ല, നിങ്ങൾ ഗ്രാമർ ഒന്ന് പറഞ്ഞു തരൂ ഉസ്താദേ. കുന്തുമിന്റെ ഗ്രാമറോ? അല്ല, കുന്തും കഴിഞ്ഞിട്ട് എപ്പോഴും ഇങ്ങനെ തെദഅമൂൻ യഖൂലൂൻ എന്നൊക്കെ വരുന്നില്ലേ? അപ്പൊ അത് ഇങ്ങനെ അല്ല, കാനയ്ക്ക് നമ്മൾക്ക് സാധാരണ വരിക കാനല്ലാഹു അലീം മൻ ഹക്കീം, അങ്ങനെ ഇതല്ലേ വരിക? ആ രീതിയിലല്ലേ വരിക? ഗ്രാമർ പഠിപ്പിച്ചത് തന്നെ ബുദ്ധിമുട്ടായെന്ന് തോന്നുന്നു. അല്ല, കാനല്ലാഹു അഫൂറൻ റഹീമ അങ്ങനെയൊക്കെ പറയുമ്പോ കാന കഴിഞ്ഞിട്ട്, അതായത് കാനയുടെ ഉള്ളിലുള്ള ഹുവയാണിത്. പിന്നെ മറ്റത് റഫ് അല്ല വരണം. അല്ല, റഫ് അല്ല. അങ്ങനെ എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ഞാൻ കഴിച്ചിരുന്ന അടുത്ത സുഹൃത്ത് പഠിക്കാൻ ഉണ്ടാവില്ല. നെസ്ബല്ലേ ഉസ്താദേ വരേണ്ടത്? അതായത് കുന്തും എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എന്തായി? അതിൽ തന്നെ എന്തായി? അതിൽ തന്നെ കാനയുടെ ഇസ്മും അതിൽ തന്നെ ഉണ്ട്. കുന്തും പിന്നെന്താ? കുന്തും കഴിഞ്ഞിട്ട് കാനയുടെ ഇസ്മും വേണം, കാനയുടെ ഖബറും വേണം, അല്ലേ? കാനയുടെ ഫസ്റ്റ് പാർട്ട് വേണം, സെക്കൻഡ് പാർട്ട് വേണം. ഫസ്റ്റ് പാർട്ട് എന്തായി? കുന്തുമിലുള്ള അൻതും തന്നെയാണ്. കുന്തും നിങ്ങൾ, അല്ലേ? നിങ്ങളായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞു. ഇനി എന്ത് വേണം? ഇതിന് സെക്കൻഡ് പാർട്ട് വേണം. സെക്കൻഡ് പാർട്ടിന് എന്ത് വേണം? നെസ്ബ് വേണം. തസ്ഊമൂൻ എങ്ങനെ നെസ്ബാക്കാം? തസ്ഊമൂനെ മീനാക്കാൻ പറ്റും.
പക്ഷെ ഇവിടെ അങ്ങനെയല്ലല്ലോ. ആക്കാൻ പറ്റുമോ? ഈനല്ല. പറ്റൂല. അത് മുസ്ലിമീന നൗൺ ആണെങ്കിൽ മുസ്ലിമൂന നൗൺ ആണെങ്കിൽ എന്ത് ചെയ്യാം? മുസ്ലിമീനാക്കാം. തസ്ലീമൂന എന്ത് ചെയ്യാൻ പറ്റില്ല? തസ്ലീമീന ആക്കാൻ പറ്റില്ല. ഓ അത് ശരി, അങ്ങനെ. അപ്പൊ ഓക്കെ, നാമത്തിനാണല്ലോ അത് ബാധകം. അങ്ങനെ. അപ്പം നാമത്തിന് പദം പ്രശ്നം തീർന്നോ? പേര് ഉസ്താദ് പ്രശ്നം മനസ്സിലായി. മറ്റേത് ക്രിയയാണ്, ഇത് മറ്റേത് യഥാർത്ഥത്തിൽ നാമം, നൗണാണ്. ഇത് ക്രിയയാണ്. ഇത് ഞാൻ ക്രിയയാണ്. കൊറേ അവിടെ ഇത് ആയി തസ്ലീമൂൻ എല്ലായിടത്തും തസ്ലീമൂൻ തന്നെ, വായിക്കുമ്പോഴും വേറെ ഒന്നും ചെയ്യണ്ട. എല്ലായിടത്തും വായിക്കുമ്പോഴും ഇങ്ങനെയാണ്. അപ്പൊ എനിക്കൊന്നും മനസ്സിലാവില്ല. എന്താ ഇതൊക്കെ പഠിച്ചതിന്റെ ഓപ്പോസിറ്റാ തോന്നിയൊക്കെ. അത് നമ്മൾ അങ്ങനെ ചിന്തിക്കും. മൂനയല്ല നമ്മൾ മുസ്ലിമൂന വിചാരിക്കുന്നോണ്ടാ. ഇവിടെ തസ്ലീമൂന എന്ന് പറഞ്ഞപ്പോ ക്രിയയാണ്. അപ്പൊ അതിന് തസ്ലീമീന ഒന്നും ആക്കാൻ പറ്റില്ല. തസ്ലീമീന ഇല്ല, അതെ, ആക്കിയാൽ അതാണ്. പിന്നെ കാനക്ക് ആ ശേഷം വിഷയം തീർന്നോ? മജ്ജാദ് നിങ്ങളെ മനസ്സിലുള്ള പ്രശ്നം തീർന്നോ? തീർന്നു ഉസ്താദ്. എപ്പക്ക് അപ്പൊ മനസ്സിലായി. ഞാൻ പ്രശ്നം കൊറേ തീർന്നെങ്കിൽ ഞാൻ മനസ്സിൽ ബാക്കി എന്റെ വിചാരിക്കും. ഗ്രാമർ പറഞ്ഞു. അതിന് ജെറ് ഉറുഫുൽ ജെറ് വരുമ്പോൾ അതിന്റെ ഇത് പോവില്ലേ? കുൻത്തുനിന്ന് കഴിഞ്ഞിട്ട് വരുമ്പോ അതിന്റെ ഖബർ ഉണ്ടാവില്ലല്ലോ. ഖബർ അല്ല, അത് നസ്ബായി പിന്നെ വരും. ഹർഫുൽ ജർ വന്നു കഴിഞ്ഞാൽ ഹർഫുൽ ജറിന്റെ നിയമമായി. പോയി. ഹർഫുൽ ജറിന്റെ. ഓക്കെ, ഇവിടെ സെക്കൻഡ് പാർട്ട് എന്താണ്? ജുംല ജുംല ഫെയിലിയാണ്. ജോലിയാണ് അവിടെ പോയി കാര്യങ്ങള്. അപ്പം പിന്നെ എന്തായി? തസ്മൂന എന്ന് പറഞ്ഞാൽ വേറെ ഒരു സംഭവമാണ്. തസ്മൂനയിലെ അന്തുമാണ് അതിന്റെ കർത്താവ്. പിന്നെ ഫേല് എന്താണ്? അതിന്റെ ഫേലാണ്. അപ്പൊ ഈ ഫേലും ഫാലും ചേർന്ന ജുംലയാണ് അതിന്റെ ഖബർ. അപ്പൊ അതുകൊണ്ട് അവിടെ ജുംല ഖബറായി വന്നത് കൊണ്ട് അവിടെ എന്ത് ചെയ്യണം? ആ ജുംലയ്ക്ക് ഫത്തഹുണ്ട് അല്ലെങ്കിൽ നെസ്ബുണ്ട് എന്ന് കരുതണം എന്നാണ്. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്. ഇതിപ്പോ നിങ്ങൾ ലാസ്റ്റ് മൂമെന്റിൽ എല്ലാം കൂടെ ഇങ്ങനെ പഠിച്ചു വെക്കും. ഇപ്പൊ ഓഫീസിൽ പോകാനുള്ള തിരക്കായിരിക്കും, അല്ലെങ്കിൽ ഫുഡ് കഴിക്കാനുള്ള തിരക്കായിരിക്കും. പിന്നെ പറഞ്ഞൊന്നും ഓർമ്മ ഉണ്ടാവില്ല. അതൊക്കെ ഉണ്ട്. 8:30 എത്തണം. ഇതുണ്ട്. 8:30 ഹോസ്പിറ്റലിൽ എത്തണം ചില ദിവസങ്ങളിൽ. ഇന്ന് മീറ്റിംഗ് ഉണ്ടാകും. ഇന്ന് മീറ്റിംഗ് ഉണ്ടാവും. വെള്ളിയാഴ്ച മീറ്റിംഗ് വെക്കായിരിക്കും. വെള്ളിയാഴ്ച രാത്രി ഗ്രാമർ ക്ലാസിന്റെ ലിങ്ക് കിട്ടി. വെള്ളിയാഴ്ച രാത്രിയാണ് ഇന്നത്തെ ക്ലാസ്. അന്ന് ക്ലാസ് വെള്ളിയാഴ്ച തുടങ്ങിയിട്ടുണ്ടല്ലോ. ഞാൻ ആ സമയമാകുമ്പോഴേ ഓർമ്മയുണ്ട് ക്ലാസ്സിനെ കുറിച്ച്. ഇന്നിപ്പോ സുബേസ്കരിച്ച് നടക്കാൻ പോകുന്ന സമയത്താണ് ഇന്ന് ക്ലാസ് ഉണ്ടല്ലോ എന്ന് ആലോചിച്ചു. അതുവരെ ഓർമ്മ ഉണ്ടാവില്ല. ഓർമ്മിച്ചാലും പ്രശ്നമാണ്. അപ്പൊ എന്താ ഗ്രാമർ ക്ലാസ്സിന്റെ ലിങ്ക് കിട്ടിയപ്പോ എന്താ പ്രശ്നം? ലിങ്ക് ഇല്ല, കിട്ടിയിട്ടില്ല. ലിങ്ക് രാത്രിത്തെ അല്ലേ? അതെ, രാത്രിത്തെ പകരപ്പെണെങ്കിലേ വരുള്ളൂ. ഇപ്പൊ പഴയ സെക്രട്ടറി ഇല്ല കേട്ടോ, പുതിയ സെക്രട്ടറിയാണ്. അപ്പം പുതിയ സെക്രട്ടറിക്ക് ഫുൾ എൻഗേജ്മെന്റ് കഴിഞ്ഞ ആഴ്ച ഷഫല അക്കാഡമിക് ഡയറക്ടറാ. അക്കാഡമിക് ഡയറക്ടർ മാത്രമാണ്. ഷഫല കുറെ കാര്യം കൊടുത്തിട്ടുണ്ട്, പക്ഷെ ലിങ്ക് പോസ്റ്റ് ചെയ്യാനൊന്നും ഫുള്ള് കൊടുത്തിട്ടില്ല. കാരണം നേരത്തെ ഒരാൾ ചെയ്തിരുന്നു, എല്ലാം വരെ വേറൊരാളെ ഏൽപ്പിച്ചാൽ നമ്മൾ ഡബിൾ സാലറി ചോദിക്കും. ഇല്ല, അതില് ജോയിൻ ചെയ്യാനുള്ള ഒന്നും ഒരു ഇതും കിട്ടിയില്ല. അല്ല, നിങ്ങൾ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്തോ? ഇല്ല, കിട്ടിയില്ല. ഒന്നും കിട്ടിയിട്ടില്ല ഇതുവരെ. കിട്ടിയില്ല. ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്തില്ലേ? ഫീസ് അടച്ചോ? ഫീസ് അടച്ചിട്ടില്ല. അടച്ചിട്ടില്ല. അതിന്റെ ഒരു നോട്ടിഫിക്കേഷൻ ഒന്നും വന്നില്ല. അല്ല, ഫീസ് അടച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ എന്താണ് തരാൻ ബാധ്യസ്ഥനാണ്. അതുകൊണ്ടാണ് ചോദിച്ചത്. ബാക്കി എല്ലാ കാര്യങ്ങളും ഗ്രൂപ്പിൽ അറിയിപ്പ് ഉണ്ടാകാതിരിക്കില്ല. ഒരു ക്ലാസ് നടന്നു കഴിഞ്ഞു കേട്ടോ. ഒരു ക്ലാസ് നടന്നു. എന്ത് ഗ്രാമർ ഉസ്താദേ? എങ്ങനെയുള്ള ഗ്രാമർ നമ്മൾ പഠിച്ചതല്ല, നമ്മൾ പഠിച്ചത് തന്നെ. അതായത് ഈ ഗ്രാമർ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ നേരത്തെ അറ്റൻഡ് ചെയ്തിട്ടുള്ള ക്ലാസ് ഗ്രാമർ അറ്റൻഡ് ചെയ്യാത്തവർക്ക് വേണ്ടിയുള്ളതാണ്. അതായത് നിങ്ങളൊക്കെ 2-3 തരത്തില് ഗ്രാമർ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ നമുക്കും നേട്ടമുണ്ട്, നിങ്ങൾക്കും നേട്ടമുണ്ട്. പിന്നെ ഇപ്പൊ ഉദ്ദേശിക്കുന്നത് വാട്സപ്പിൽ മാത്രം പഠിച്ച കുറെ ആൾക്കാരുണ്ട്. അവരെ നമ്മൾക്ക് എന്ത് വേണം? അടുത്ത അൽബക്കറുടെ ക്ലാസ് ചേർക്കണ്ടേ? അതിന് വേണ്ടിയുള്ള ഒരു ക്യാൻവാസിംഗ് ആണ്. അതിനുവേണ്ടി അവരെ വിളിച്ചുകൊണ്ട് വന്നിട്ട് നിങ്ങൾ ഗ്രാമറൊക്കെ പഠിപ്പിച്ചുതരാം. അതൊക്കെ ചെയ്യണം. അടുത്ത ബക്കർ തുടങ്ങുമ്പോൾ കുറച്ച് ആൾക്കാർ വരും. ഒരു 10-15 ആൾക്കാർ വരും എന്ന് വിചാരിച്ചു ബക്കർ പഠിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് 15 ആൾക്കാർക്ക് വേണ്ടി ക്ലാസ് തുടങ്ങാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് അവരെല്ലാം വിളിച്ച് നേരത്തെ ഗ്രാമർ അടിക്കാത്തവരെല്ലാം ഗ്രാമറൊക്കെ പഠിപ്പിച്ചു കൊണ്ടുവന്നിട്ടാണ് ഇനി ബക്കറ പഠിപ്പിക്കുക.
അപ്പൊ നമുക്ക് കുറെ ബുദ്ധിമുട്ട് കുറയും, അവർക്കും കുറെ ബുദ്ധിമുട്ട് കുറയും, കുറെ ഗ്രാമർ അവർക്ക് നേരിട്ട് മനസ്സിലാവും. ഇപ്പൊ അഫ്ലുലമക്കാര് അറബി പിന്നെ ഡിഗ്രിക്കാര് ആരൊക്കെ ഉണ്ടായിരുന്നു? അഫ്ലുലമക്കാർ ഒരാളുണ്ടായിരുന്നു. അഫ്ലുലമല്ല, ദുറൂസുൽ ലോകത്തിൽ അറബിയ ഫുള്ള് പഠിച്ചെന്ന് പറഞ്ഞിട്ടാണ് വന്നത് ഒരാള്. മദീന അറബി പഠിച്ച ആളാണ്. അപ്പോ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാമെന്നൊക്കെ പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു ക്ലാസ് ഫാന്റാസ്റ്റിക് ആയിട്ടുള്ള ഇപ്പൊ ഒരുപാട് കാര്യങ്ങൾ കിട്ടി ഒരു ക്ലാസ്സിൽ നിന്നാണ്. അപ്പൊ അങ്ങനെയുള്ളവരെല്ലാം കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ഈ ഗ്രാമർ ക്ലാസ് എന്ന് പറഞ്ഞു കൊടുത്തത്. താല്പര്യം ഉണ്ട് എന്ന് പറഞ്ഞവർക്കൊക്കെ ഗ്രൂപ്പിൽ ആഡ് ചെയ്തിട്ട് ലിങ്ക് അയച്ചു കൊടുത്തായിരുന്നു. ആ ഗ്രൂപ്പിൽ ആഡ് ചെയ്തിട്ടാണ് ലിങ്ക് അയച്ചത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതെല്ലാം ഈ ഗ്രൂപ്പിൽ ഇട്ടേക്കാം, നിങ്ങളെ ഗ്രൂപ്പിൽ അതിന്റെ ലിങ്ക് ഇട്ടേക്കാം. അത് ഫിൽജൻസ് അത് ഇലാഫത്ത് അതൊക്കെ തന്നെയല്ലേ അതന്നെയല്ലേ നമ്മൾ എന്താണോ പഠിച്ചത് അത് തന്നെയാണ്. പക്ഷേ അത് ഗ്രാമറിന് വേണ്ടി പ്രത്യേകം പഠിപ്പിക്കുന്നത് കൊണ്ട് ചിലപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ വന്നേക്കാം. അതൊക്കെ ഓരോ സമയത്തുള്ള മൈൻഡിന്റെ അവസ്ഥ അനുസരിച്ചായിരിക്കും കൂടുതലായി. ഉസ്താദ് എനർജറ്റിക് ആണെങ്കിൽ നമുക്ക് കൂടുതൽ ആശയങ്ങൾ കിട്ടും. ഉസ്താദ് എനർജറ്റിക് ആണെങ്കിലേ കൂടുതൽ ഇപ്പൊ ഈ കുന്തും തസ്അമൂൻ പറഞ്ഞപ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഒരു പോയിന്റ് കിട്ടിയോ? അതിന് കിട്ടി ഉസ്താദെ, കിട്ടി തീർച്ചയായിട്ടും. അപ്പൊ എന്താണ് കിട്ടിയത്? ഞാൻ എനർജറ്റിക് ആയതുകൊണ്ടാണ്, നിങ്ങൾ എനർജറ്റിക് ആയതുകൊണ്ടാണ്? എനിക്കത് അറിയാതിരിക്കാൻ നിങ്ങൾ ചോദിച്ചത് കൊണ്ടാണ് കിട്ടിയത്. നിങ്ങൾ ചോദിച്ചത് കൊണ്ടാണ് കിട്ടിയത്. അല്ലെങ്കിൽ അങ്ങനെ പറയാൻ ഉദ്ദേശിച്ചിരുന്നില്ല ഞാൻ. കാരണം നമ്മൾ ഒരുപാട് ഗ്രാമർ, അറബി ഭാഷയിൽ ഒരുപാട് ഗ്രാമർ ഉണ്ട്. പക്ഷെ കുറെ ഗ്രാമറുകളൊക്കെ എന്തിനുള്ളതാണ്? എന്താണ് ചോദിച്ചാൽ അത് ഗ്രാമർ പഠിക്കാൻ വേണ്ടിയുള്ള ഒരു ഗ്രാമർ. അപ്പൊ ഇപ്പൊ മാക്കുന്നു തസ്അമൂൻ, അതിന് അവിടെ ഓക്കെ, അവിടെ തസ്അമൂൻ എന്ന ക്രിയ മാറ്റാൻ പറ്റില്ല, തീർന്ന്. വേറെ ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. അതുകൊണ്ട് ഗ്രാമർ നമുക്ക് ഗ്രാമർ ക്ലോസ് ചെയ്യാം. പക്ഷെ പിന്നെ ഒരാൾ ചോദിക്കുകയാണ് അവിടെ കാനിയുടെ ഖബർ എവിടെ പോയി എന്ന് ചോദിച്ചാൽ അത് ഖബർ ഒരു എന്താ പറയാ ക്രിയാവാക്യമാണ്. അപ്പൊ പിന്നെ ക്രിയാവാക്യത്തിൽ എങ്ങനെ പത്ത് കൊടുക്കും, യെസ് എങ്ങനെ കൊടുക്കും എന്ന് ആരെങ്കിലും ചിന്തിച്ചാൽ ഓക്കെ, അവിടെ സാങ്കല്പിക്കുക എന്ന് പറയും. അതിനാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റീവ് അറബിക്കില് എല്ലാം തീർന്നതിന് ശേഷം പിന്നെ പാഠം ഒന്നും പഠിപ്പിച്ചില്ലേ? അപ്പൊ അതിൽ പറഞ്ഞു എന്താണ് മുഖദ്ദറത്ത് എന്ന് പറഞ്ഞു, നിയത്താക്കണം, തക്ദീറാക്കണം. അപ്പൊ അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ വരും. നമ്മൾ ഇന്ന് എവിടെ എത്തിയില്ലല്ലേ? അല്ല, ഒരുപാട് കിട്ടി കാര്യങ്ങൾ. ഒരുപാട് കാര്യങ്ങൾ അധികം ആയുസ് നീങ്ങില്ല, പക്ഷെ കുറെ പോയിന്റ്സ് കിട്ടി. ശരി ശരി, ഇന്ന് മീറ്റിങ്ങിന് പോണ്ടേ? വേണം ഉസ്താദെ, ഈ കുറെ കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടിരിക്കുകയാണ്, ഒരുങ്ങിയിരിക്കുക. അപ്പൊ 7 മണിക്ക് മുമ്പ് കാപ്പി പിടിച്ചിട്ടിരിക്കുകയാണ്? ഇല്ല, കാപ്പി ഇനി കുടിക്കാനുള്ളൂ, പിന്നെ പോവാനുള്ളൂ. പിന്നെ അധികമല്ല, 5 മിനിറ്റ് 10 മിനിറ്റ് ഡ്രൈവ്, അത്രേ ഉള്ളൂ. ഓക്കെ 5 മിനിറ്റ് ഡ്രൈവേ ഉള്ളു. മാഷാ അല്ലാ, അത്രേ ഉള്ളൂ. അപ്പൊ നിങ്ങളെ ഇത് അയച്ചിട്ടുണ്ട് കേട്ടോ, പുസ്തകം അയച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഹോസ്പിറ്റൽ അഡ്രസ്സിലേക്ക് നിങ്ങൾ പൈസ അയച്ച കോപ്പി അയച്ചു, പക്ഷെ അഡ്രസ് അയച്ചില്ല. അത് ഞാൻ എത്രയോ പ്രാവശ്യം അയച്ചിട്ടുണ്ട്, അവിടെ കാണാം, അതിൽ തന്നെ ഉണ്ട്, കുറെ ഉണ്ട് ഇതിലുണ്ട്. പക്ഷേ നമുക്ക് ഇത് ഒന്നുകൂടെ അയച്ചെന്നാൽ നമുക്ക് ജസ്റ്റ് കോപ്പി പേസ്റ്റ് പണി ചെയ്യാൻ മതി. നിങ്ങൾക്ക് ഫോർവേഡ് ചെയ്യാൻ എളുപ്പമാണ്, നമുക്ക് കോപ്പി പേസ്റ്റ് ചെയ്യാൻ എളുപ്പമാണ്. അതുകൊണ്ടാണ് ഒന്നുകൂടെ അയച്ചു തരാൻ പറയും. ഇപ്പൊ കിട്ടി, ഞാൻ ഓൾറെഡി അയച്ചു. ശരി, അല്ലാഹ് തൗഫീഖ് ചെയ്യട്ടെ. കൂടുതൽ പഠിക്കാനും അതിൽ ഗവേഷണം നടത്താനും ചിന്തിക്കാനും. ഏത് ലിങ്ക് അയക്കാം. അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ തോന്നുന്നു, നിങ്ങൾക്ക് ആവർത്തനം എന്താ പറയാ വിരസമായിട്ട് തോന്നുന്നു. ഇതിന്റെ ലിങ്ക് ഒന്ന് കിട്ടിയാ പറ്റും. പ്രധാനം ഇപ്പോഴത്തെ ഈ ക്ലാസ്സിന്റെ ഇൻഷാ അല്ലാഹ് അത് വരും. الله توفيق شيء. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خير خلق محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. إلى اللقاء بإذن الله. السلام عليكم ورحمة الله وبركاته. وعليكم السلام.